സ്വയം മരണം വരിക്കാനുള്ള അവകാശം ന്യൂയോർക്കിലും വൈകാതെ കിട്ടുമെന്നാണ് ഗവർണർ കാത്തി ഹോക്കൽ പറയുന്നത്. ആ നിയമം വൈകാതെ ഒപ്പുവെക്കും. അപ്പോൾ അവർ നല്ല കത്തോലിക്ക വിശ്വാസിയാണ്. കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ഈ കൊല ചെയ്യുന്നത്, മറ്റുള്ളവരെ കൊല്ലുന്നതും അതുപോലെ തന്നെ സ്വയം കൊല്ലുന്നതും ഇതെല്ലാം വലിയ കുറ്റകരമായ കാര്യമാണ്. എന്തിനാ വധശിക്ഷ പോലും തെറ്റാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഈ ഒരാൾ ഈ എത്ര ഹീനനായ കുറ്റവാളിയാണെങ്കിൽ കൂടി അയാളെ കൊല്ലരുത്. മറ്റ് ശിക്ഷകളൊക്കെ കൊടുക്കാം, ഈ ദീർഘകാലം ജയിലിടുക. പല സ്റ്റേറ്റുകളിലും അമേരിക്കയിൽ ഇപ്പം നടക്കുന്നതും അതാണ്. പല സ്റ്റേറ്റുകളിൽ ഇപ്പം ന്യൂയോർക്ക് അടക്കം പല സ്റ്റേറ്റുകളിലും വധശിക്ഷയില്ല. പക്ഷേ അവരെ ഈ ജയിലിന് പുറത്ത് വിടാതെ അവസാനം വരെ അവിടെ ആ ജയിലിൽ കിടക്കണം. അതാണ് അവരുടെ ശിക്ഷ. അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിപ്പോകുന്നു. ഈ കൊല്ലുന്നതിന് കൂടുതൽ ചിലവ് വരും എന്ന് മാത്രമല്ല, കൊന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രതികാരം ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു നീതി നടപ്പായി എന്ന് കണക്കാക്കണമെന്നുമില്ല. എന്തായാലും ഈ ഈ കടുത്ത രോഗികൾ, അതായത് ഒരു കാരണവശാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പായ രോഗികൾ, ഇപ്പം ജീവിക്കാൻ ഒരു 6 മാസത്തിൽ കൂടുതലില്ല എന്ന് ഡോക്ടർമാരുമൊക്കെ വിധിയെഴുതിയ രോഗികൾ, അവർക്ക് വേണമെങ്കിൽ ഈ മെഡിക്കൽ സഹായത്തോടുകൂടി മരിക്കാം എന്നാണ് ഇപ്പം നിയമം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഗവർണർ പറഞ്ഞത് അവരുടെ വിശ്വാസവും ഈ നിയമവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നിയമം നടപ്പാക്കാനായിട്ട്, അത് ഒപ്പിടാനായിട്ട് വലിയ മാനസിക വിഷമതകൾ തോന്നി. എന്നാൽ ഒടുവിൽ ഇത് തൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമല്ല, ഈ 20 മില്യൺ, ഈ 2 കോടിയുള്ള ന്യൂയോർക്ക് ജനതയുടെ കാര്യമാണ്. അവരുടെ കാര്യത്തിലാണ് തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തൻ്റെ വ്യക്തിപരമായ വിശ്വാസം മാറ്റിവെച്ചിട്ടാണ് ഈ നിയമം ഒപ്പിടാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രസിഡന്റ് ബൈഡൻ ഇതുപോലെ കത്തോലിക്ക വിശ്വാസിയായിരുന്നു. എന്നാലും ഗർഭഛിദ്രം അനുവദിക്കുന്നതിന് അതും കത്തോലിക്ക സഭ എതിർക്കുന്ന കാര്യമാണ്. അതിന് അനിയന്ത്രിതമായ ഒരു ഗർഭഛിദ്രത്തിന് അനുമതി നൽകുന്ന ഒരു രീതിയായിരുന്നു ഈ ബൈഡൻ ഭരണകൂടത്തിനുണ്ടായിരുന്നത്. അപ്പം മതം ഇവരുടെ ഒന്നും തലയ്ക്ക് പിടിക്കുന്നില്ല എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അതേസമയം തന്നെ ഈ ആളുകൾ ഈ ദയാവധം എന്നുള്ള ആ പരിപാടിയോട് പൊതുവിൽ വ്യക്തിപരമായിട്ട് എനിക്കൊരു താല്പര്യവും തോന്നുന്നില്ല. എങ്ങനെയായാലും അത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ ഗവർണർ പറയുന്നത് അവരുടെ അമ്മ ALS എന്ന് പറഞ്ഞ എന്തോ ഒരു സ്കെററോസിസ്, അതായത് ശരീരം അങ്ങ് ശോഷിച്ച് ഇല്ലാതായി പോകുന്നു, അസ്ഥിപജലം മാത്രമായി മാറുന്നു. അങ്ങനെ ഒരവസ്ഥയിൽ വളരെ ദയനീയമായ സ്ഥിതിയിൽ അമ്മ കുറേ കാലം കിടന്നു. അത് കണ്ട് വളരെ ദുഃഖിതയായിരുന്നതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ മരിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്ന ആരാണ്? ഇപ്പം ഈ നിയമം പറയുന്നത് അവർ തന്നെ ആരും പറയാതെ തന്നെ അവർ തന്നെ തീരുമാനിക്കണം. ആരുടെയും നിർബന്ധത്തിനോ പ്രേരണയ്ക്കോ വശംവദരാകാതെ സ്വയം തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുത്താൽ കൂടി അവർ ഒരു 5 ദിവസത്തേക്ക് അതിനെ നടപ്പിലാകുന്നതിന് കാലാവധിയുണ്ട്. ഈ 6 മാസത്തിന് ശേഷമോ മറ്റോ ആണത് പ്രാബല്യത്തിൽ വരിക. അങ്ങനെ അതെനിക്ക് മനസ്സിലായില്ല വാസ്തവം പറഞ്ഞാൽ. ഈ 6 മാസത്തിൽ കൂടുതൽ ജീവിക്കാനില്ല എന്ന് പറയുന്ന മുതിർന്നവർക്ക് ആണ് ഈ നിയമം ബാധകമാകുന്നതെന്നാണ് പറയുന്നത്. അല്ലാത്ത ആളുകൾക്ക് അത് ഉപയോഗിക്കാനാവില്ല എന്ന് പറയുന്നു. ആദ്യം 2 ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യണം. പിന്നെ ഒരു സൈക്യാട്രിസ്റ്റ് ഇവർ സ്വന്തം മനസ്സാലെയാണ് ഇത് തീരുമാനമെടുത്തതെന്ന് അയാൾ സർട്ടിഫൈ ചെയ്യണം. അതിനുശേഷമാണ് ഈ മരിക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് അബ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഈ ബെൽജിയത്തിൽ നടന്നൊരു ഒരു ദയാവധം വളരെ വേദന തോന്നിപ്പോയി. 23 വയസ്സുള്ള ഒരു പെങ്കൊച്ച്, അവരെന്തോ ഭീകരാക്രമണം കണ്ടു. അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് ഭയങ്കര വേദനയും ദുഃഖവുമാണ്. അപ്പോൾ സൈക്യാട്രിസ്റ്റുകൾ, ഡോക്ടർമാർ വിധി എഴുതി ഇവരുടെ ജീവിതകാലം മുഴുവൻ ഇവർക്ക് ഈ വിഷമതകളുണ്ടാവും, കാരണം ഇത് കണ്ടുപോയതുകൊണ്ട്. അതിൻ്റെ പേരിൽ 23 വയസ്സുള്ള കുട്ടി ദയാവാദം ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര ഹീനമായൊരു കാര്യമാണെന്ന് ചിന്തിക്കാനാവുന്നില്ല. ഈ ചെറിയ പിള്ളേർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാം, മരുന്നുകൾ കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം തട്ടിക്കളയാം. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണല്ലോ. ഈ മരണാസന്നരായ രോഗികൾ പോലും മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അവരുടെ ഈ പീഡനങ്ങളും വിഷമതകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ മനസ്സരിവ് തോന്നും. അയ്യോ, കഷ്ടമാണല്ലോ അവരുടെ ജീവിതം. പക്ഷെ അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് നമുക്കറിയേണ്ട കാര്യം. അവർ നല്ല പ്രായത്തിൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ളൊരവസ്ഥ എനിക്ക് വരുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിന് ശേഷം അവർക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കാനുള്ള യാതൊരു കഴിവുമില്ല. ആ സമയത്ത് മറ്റുള്ളവരാണ് തീരുമാനം എടുക്കുന്നത്. മറ്റുള്ളവരാണ് ഇവരുടെ പീഡനത്തെപ്പറ്റി ആകുലപ്പെടുന്നത്.
നേരെ മറിച്ച് അവർ വിഷമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ആ അവസ്ഥയിൽ പോലും. കാരണം ആ അവസ്ഥയിൽ പോലും ജീവൻ ഏറ്റവും മഹത്തരമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കറിയാം ഈ ഏറ്റവും പീഡനം അനുഭവിക്കുമ്പോൾ പോലും നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്നത് നമ്മൾ പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയാൽ മതി. വേട്ടയാടി അവർ ചാകാറാകുന്ന അവസ്ഥയിൽ പോലും അവർ രക്ഷപ്പെടാനാണ് നോക്കുന്നത്. കാരണം ആ ജീവന് അത്രമാത്രം വിലയാണ് അവർ കൽപ്പിക്കുന്നത്, എല്ലാവരും കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ മരണാസന്നരായ രോഗികൾ പോലും പിന്നെ മരിക്കാനാണോ ആഗ്രഹിക്കുന്നത് ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ മറ്റുള്ളവരത് തീരുമാനം എടുക്കുന്നു. ഈ മറ്റുള്ളവരിപ്പം ഈ ഓർഗൻ ഡൊണേഷൻ്റെ കാര്യത്തിലും നമ്മൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ മറ്റുള്ളവരാണ് തീരുമാനം എടുക്കുന്നത്. അവർ വളരെ ദയനീയ അവസ്ഥയിൽ ആശുപത്രിയിലെത്തുന്നു. പിന്നെ മരണാസന്നരായ രീതിയിൽ എന്ന് കരുതി അവർ മരിച്ചു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ഓർഗൻ ഡൊണേഷൻ്റെ സ്ഥാപനങ്ങളും അതിനുവേണ്ടിയുള്ള സംഘടനകളുമുണ്ട്. ഏറ്റവും നേരത്തെ ആ ഓർഗൻ കിട്ടിയാൽ വേറൊരാളെ രക്ഷപ്പെടുത്താം എങ്ങനെയും. അപ്പോൾ അതുകൊണ്ട് അവർ നിർബന്ധിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാം. ഈ ആൾ മരിക്കുമോ മരിക്കാതിരിക്കുമോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പം അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട് ഈ പിന്നെ ഓർഗൻ ഡൊണേഷൻ്റെ കാര്യത്തിൽ. എന്തായാലും മറ്റുള്ളവരുടെ ഓർഗൻ കിട്ടിയിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്നതും ശരിയായ ഒരു കാര്യമല്ലല്ലോ. ആളുകൾ മറ്റവൻ്റെ ഓർഗൻ നമുക്ക് കിട്ടണം, മറ്റവൻ്റെ കിഡ്നി കിട്ടിയാൽ നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ മറ്റവൻ്റെ ഹാർട്ട് കിട്ടിയാൽ ജീവിക്കാം എന്നുള്ളൊരു ചിന്താഗതിയും ശരിയല്ല. ആ ചിന്ത പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. പിന്നെ ആരെങ്കിലുമൊക്കെ കൊടുക്കുകയും ഈ ബുദ്ധിമുട്ടില്ലാതെ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ താനും. ഇപ്പം എന്തായാലും ഈ രംഗങ്ങളെല്ലാം ഇതെല്ലാം പിന്നെ ഈ അബ്യൂസ് ചെയ്യപ്പെടാവുന്ന രംഗങ്ങളാണ് ഇതെല്ലാം. ഈ ഓർഗൻ ഡൊണേഷൻ്റെ കാര്യത്തിലാണേലും ഈ ദയാവധത്തിൻ്റെ കാര്യത്തിലാണേലും ഒക്കെ അതങ്ങനെയല്ലാതെ വരാനുള്ള ഒരു സാധ്യതയുമില്ല. നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി മറ്റുള്ളവർ പിന്നെ ആരോഗ്യവും ശക്തിയുമുള്ള ആളുകൾ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഈ ആളുകൾ പറയും ഈ അതികഠിനമായ വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ അവരെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നത്. അത് സത്യം തന്നെ, അതിൽ കുറേ സത്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഈ അനാവശ്യമായ മരുന്നുകൾ കൊടുത്തും അനാവശ്യമായ ട്യൂബുകൾ കയറ്റിയും പിന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തുമൊക്കെ ആ ജീവൻ നിലനിർത്തുന്നതിന് പകരം ഈ നാച്ചുറലായിട്ട് എത്ര കാലം ജീവിക്കുമോ അത്ര കാലം ജീവിക്കാനായിട്ട് അനുവദിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പിന്നെ മരണം പിന്നെ വളരെ ദൂരത്തിലേക്ക് വളരെ കാലം പ്രൊലോങ് ചെയ്യുമെന്ന് തോന്നുന്നുമില്ല. പ്രകൃതി തന്നെ അതിന് ഒരു തീരുമാനമെടുക്കും. നമ്മൾ തീരുമാനമെടുക്കുന്നതിന് പകരം നമ്മൾ കൃത്രിമമായിട്ട് ജീവൻ നീട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇതെല്ലാം ആവശ്യമായി വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഗവർണർ അവരുടെ വിശ്വാസമല്ല ആളുകളുടെ കാര്യത്തെപ്പറ്റിയാണ് ചിന്തിച്ചത്. പിന്നെ അതിന് നമുക്കവരെ കുറ്റം പറയാനാവില്ല. എന്തായാലും ഇത് രണ്ടു കൂട്ടർ, ഒരു വിഭാഗം ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരൊക്കെ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ഈ സ്വന്തം കാര്യങ്ങൾ നോക്കാനൊന്നും കഴിവില്ലാത്ത ആളുകളെ കൈവിട്ട് കളയുന്ന പരിപാടിയാണിത്. ആളുകൾ പിന്നെ ദ്രോഹിക്കുന്ന പരിപാടി. അവരെ കൈപിടിച്ചുയർത്താനാണ്, അവർക്ക് ഉപകാരം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരം അവരെ ഇങ്ങനെ പിന്നെ കൊല്ലാനല്ല ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞാണ് അവർ ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും പിന്നെ ഇത് ഒപ്പിട്ട് കഴിഞ്ഞാലും അടുത്ത ഭരണം ഇപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരാണ് ഭരിക്കാൻ വരുന്നതെങ്കിൽ പിന്നെ വിജയിക്കുന്നതെങ്കിൽ ഏത് രീതിയിലാണ് അവർ പ്രതികരിക്കുകയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാതാനും. എന്തായാലും കാത്തിരുന്ന് കാണാം.